ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അതിൽ നമുക്കറിയാം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം ചാർജബിൾ ആയ അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയ ഇൻകത്തിനെ പറ്റിയിട്ടാണ്. അഗ്രികൾച്ചറൽ ആയാലും നമ്മൾ ഓരോ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സാലറി, പിന്നെ കമ്മീഷൻ, ഡിവിഡൻഡ്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞു അല്ലേ. ഇതിലെല്ലാം എന്താണ്, ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻകം ടാക്സിനെ പറ്റിയിട്ടല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പിന്നെ അതെല്ലാം എന്താണ്, ചാർജബിൾ ആയിട്ടുള്ളതാണ്. കാരണം റിലേറ്റഡ് ആയിട്ട് ഒഴികെയുള്ള സംഭവങ്ങളല്ല, ഡയറക്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് ആണെങ്കിലും എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ഡിസ്കസ് ചെയ്തു, നമ്മൾ പലതരം ടാക്സ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. അതായത് നോട്ട് ചാർജബിൾ എന്നാണ് എക്സെപ്റ്റഡ് എന്നുള്ളതിൻ്റെ അർത്ഥം, എന്ന വാക്കിൻ്റെ അർത്ഥം. ചാർജബിൾ അല്ലാത്ത ഇൻകം എന്താണ്, അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് രീതിയിൽ കണ്ടോ, ഇപ്പോൾ ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ്, ബേസിക് കണ്ടീഷൻ, ഇൻഡിവിജ്വൽ ഇൻകം, പിന്നെ നെക്സ്റ്റ് ലിസ്റ്റ്, മീനിങ് എന്താണ് എക്സെപ്റ്റഡ് ഇൻകത്തിൻ്റെ മീനിങ് എന്താണ്, ഏതൊക്കെയാണ് ചാർജബിൾ അല്ലാത്തത്, ഏതൊക്കെയാണ് ചാർജബിൾ ആയത്, എക്സെപ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ജസ്റ്റ് വായിക്കാം. ഇറ്റ്സ് സ്റ്റഡിയിങ് അബൌട്ട് ദ accepted income and political income of political parties and classify the incomes and prepare the list of accepted income under section 10 and explain various accepted income in the hands of individual and explain the provision regarding income of charitable religious trust and political party. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയയാണ്. അതായത് എക്സെപ്റ്റഡ് ഇൻകം, നമ്മുടെ ചാർജബിൾ അല്ലാത്ത ഇൻകം ഏതൊക്കെ ഏരിയയിലാണ്. മീൻസ് ഈ ഒബ്ജക്റ്റീവ്സ് വായിച്ചെന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ചാരിറ്റബിൾ എന്നുള്ള വേർഡ് വരുന്നുണ്ട്, ചാരിറ്റബിൾ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇൻകം ഇല്ലാത്തൊരു ഏരിയ ആണല്ലേ. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും എന്ത് കൊടുക്കുന്നില്ല, ഇൻകം കൊടുക്കുന്നില്ല. അങ്ങനെ ഇതൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇൻകത്തിൽ നിന്ന് ഓൾറെഡി ഒഴിഞ്ഞുള്ള കുറച്ച് സംഭവങ്ങളാണ് എന്ത്, പൊളിറ്റിക്കൽ സംഭവം. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്നലെ നമ്മളെ ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ VS അച്യുതാനന്ദൻ, നമ്മളെ പ്രീവിയസ് ചീഫ് മിനിസ്റ്ററാണ് നമ്മളെ VS അച്യുതാനന്ദൻ മരിച്ചത് നമ്മൾ കണ്ടു അല്ലേ. കണ്ടപ്പോൾ കുറേ എന്താണ്, കുറേ വണ്ടികൾ, വാഹനങ്ങൾ, കുറേ ബിൽഡിങ്സുകൾ എന്ത് ചെയ്തു, ഈ ടാക്സ് കൊടുക്കുന്ന ഈ സംഭവങ്ങളൊക്കെ 3 ദിവസം ദുഃഖാചരണം നമ്മൾ ഉണ്ടായി കേരളത്തിൽ അല്ലേ. 3 ദിവസം ദുഃഖാചരണം ഉണ്ടായി. ആ സമയത്ത് എല്ലാം അടഞ്ഞു കിടന്നു. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു ജില്ല, അതായത് VSൻ്റെ ആ ഒരു തട്ടകം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രാദേശികമായിട്ട് കുറേ സംഭവങ്ങൾ എന്ത് ചെയ്തു, അടഞ്ഞു കിടന്നു. അപ്പോൾ അവിടെ ഇൻകം ഇല്ലാതായി. മീൻസ് കുറേ ബിൽഡിങ്ങുകൾ, ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും കുറേ ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലേ. ഒരു ജില്ലയിൽ കോഴിക്കോട് ജില്ല എടുക്കുക, നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ ബിൽഡിങ്ങുകൾ വർക്കിംഗ് ആണ്. ഓരോ ദിവസം ഓരോരുത്തർക്ക് ഇൻകം ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ആലപ്പുഴയിൽ അതേപോലെ 3 ദിവസം ദുഃഖാചരണമായപ്പോൾ കുറേ ബിൽഡിങ്ങുകൾ അടഞ്ഞു കിടന്നു. അപ്പോൾ അവിടെ ഇൻകം ഇല്ല, അവിടെ എന്തില്ല, ട്രാൻസാക്ഷനും ഡീലിങ്സും ഒന്നും നടക്കുന്നില്ല. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട ഒരാളാണ് മരിച്ചത്, നമുക്ക് മുഖ്യമന്ത്രിയാണ് മരിച്ചത്. അതുകൊണ്ട് ആ ഒരു ദുഃഖാചരണം റിലേറ്റഡ് ആയി. അപ്പോൾ അവിടെ അതെന്തിലേക്ക് ഉൾപ്പെടുന്നില്ല, അത് നമ്മളെ നാഷണൽ ഇൻകത്തിലേക്കോ വേറെ അഗ്രികൾച്ചറൽ ഇൻകത്തിലേക്കോ എക്സെപ്റ്റഡ് ഇൻകത്തിലേക്കാണ്. നമ്മൾ ഈ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, എക്സെപ്റ്റഡ് ഇൻകം, ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ 3 ദിവസം ആലപ്പുഴയെ ദുഃഖാചരണം നടത്തിയപ്പോൾ അവിടെ എന്തില്ല, ഇൻകം ഒക്കെ നിന്നു പോയിട്ടില്ലേ. അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, അത് സൈലൻ്റ്ലി എന്താണ് അറിയെല്ലാവർക്കും എന്താണ്. കാരണം ഒരാൾ മരിച്ചപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് മരിച്ചത്. അതുകൊണ്ട് എന്തില്ല, മുഖ്യമന്ത്രി ആയത് ജനങ്ങളുടെ അത്ര ഹൃദയത്തോട് ജനങ്ങൾ ചേർത്ത് പിടിച്ച ഒരാളായതുകൊണ്ടും അവിടെ ദുഃഖാചരണം മസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലല്ല, അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ദുഃഖാചരണം മസ്റ്റാണ്, കമ്പൽസറി അല്ലേ, ദുഃഖാചരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡീലിങ്സ്, ടാക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് സൈലൻ്റ്ലി ജനങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഗവൺമെൻറ്റിനും അറിയാൻ പറ്റും, കേരള ഗവൺമെൻറ്റിനും അറിയാൻ പറ്റും. അത് ആർക്കും അറിയാൻ പറ്റും, ഇന്ത്യ ഗവൺമെൻറ്റിനും അറിയാൻ പറ്റും. കാരണം കേരളത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനം, ആ ഇൻകം ദേശീയ വരുമാനത്തിൽ അങ്ങനെ നോക്കുമ്പോൾ കേരളം ഒരു സ്റ്റേറ്റാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ ആലോചിച്ച് വരുമ്പം എവിടെത്തി, VS അച്യുതാനന്ദൻ മരിച്ചു. അപ്പോൾ 3 ദിവസം ദുഃഖാചരണം. അത് നമ്മൾ ഡീലിങ്സും ട്രാൻസ്ഫോർമേഷനും ഒക്കെ നിന്നുപോയി. അതെന്ത് റിലേറ്റഡ് അല്ല, നമ്മുടെ ഇൻകത്തെ ബാധിക്കും, ശരിക്കും എന്ത് ചെയ്യും, ബാധിക്കും. പക്ഷെ അതെന്താണ്, ഇൻചാർജബിൾ ആണ്. എന്തല്ല, അത് നോട്ട് ചാർജബിൾ ആണ്. അവിടെ ചാർജ് ചെയ്യാൻ പറ്റൂല. കാരണം ഈ ഒരു 3 ദിവസത്തെ ഈ ഒരു ഡീലിങ്സും ഒക്കെ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം അങ്ങോട്ട് വിടും, എക്സംഷൻ ആക്കും, ഒഴിഞ്ഞങ്ങോട്ട് പോകും.
ദാറ്റ് ഈസ് എന്ത് ഇൻകം, എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ആ സെക്ഷനിൽ. അപ്പോൾ ഇൻകം ഇല്ല, അത് ഒഴിഞ്ഞുപോയൊരു ഇൻകമാണ്. ആ 3 ദിവസത്തെ ബിൽഡിങ്ങുകൾ അടഞ്ഞു കിടന്നതും, ഇപ്പോൾ എന്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും ഒരു ജില്ലയിൽ അല്ലേ, അതൊക്കെ അടഞ്ഞു കിടന്നു. അപ്പോൾ അവിടെ എന്തില്ല, ഇൻകം ഇല്ല, അത് ഒഴിഞ്ഞു പോയതാണ്. അതാർക്കും എന്തില്ല, പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, അത് മസ്റ്റാണ്. നമ്മളൊരു ചീഫ് മിനിസ്റ്റർ മരിച്ചത് മസ്റ്റാണ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്, എക്സെപ്റ്റഡ് ഇൻകത്തിന് എക്സാമ്പിളാണ്. അതാണ് ഇവിടെ ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സെക്ഷൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഈ ഇൻകം, ഈ എക്സെപ്റ്റഡ് ഇൻകത്തിന് എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻകം. അതിൻ്റെ എക്സാമ്പിളാണ് മിസ് ഇപ്പോൾ പറഞ്ഞത് VS അച്യുതാനന്ദൻ. നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും. കാരണം അപ്പോൾ വരുന്ന ആ ഒരു സംഭവത്തിൽ എന്താണ് ഇതൊരു കറക്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, അത് പൊളിറ്റിക്കൽ പാർട്ടീസായി ബന്ധപ്പെട്ട ഇൻകമാണ് എക്സെപ്റ്റഡ് ഇൻകം. അത് ചിലത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും, പക്ഷേ ആരും എന്തല്ല, ബോധേഡ് അല്ല, അത് പോയിക്കോട്ടെ, അതിന് ഇൻകത്തിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, then the meaning of accepted, the list of ഇത് കുറേ നമുക്ക് ഇതിൽ എസ് എ ചോയ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ലിസ്റ്റ് മിസ് ഇവിടെ എഴുതുന്നുണ്ട്, ലിസ്റ്റിൻ്റെ നേരെ എസ് എ ക്വസ്റ്റ്യൻ. ഈ ലിസ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് എക്സെപ്റ്റഡ് ഇൻകം. അതിനു മുമ്പ് നമ്മൾ മീനിങ് നേരത്തെ പറഞ്ഞല്ലോ, എക്സെപ്റ്റഡ് ഇൻകം ഇസ് ദ ഇൻകം ഓൺ വിച്ച് ഇൻകം ടാക്സ് ഇസ് നോട്ട് ചാർജബിൾ. ഓക്കെ, എക്സെപ്റ്റഡ് ഇൻകം ഈസ് മീനിങ് എന്താ, നോട്ട് ചാർജബിൾ. നോട്ട് ചാർജബിൾ ഇൻകം ആണ് എന്ത് ഇൻകം, എക്സെപ്റ്റഡ് ഇൻകം. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയത്ത് ചില യാദൃശികമായോ അല്ലെങ്കിൽ മസ്റ്റായിട്ടൊരു കേരളത്തെ പോലുള്ളൊരു സ്റ്റേറ്റോ, കേരളം മാത്രമല്ല കർണാടക, ഏത് മിനിസ്ട്രി ആണെങ്കിലും ഏത് ഗവൺമെൻറ് ആണെങ്കിലും ചിലത് എന്താണ് മസ്റ്റായിട്ട് കണ്ടിട്ടും കാണാത്ത പോലെ ഒഴിവാക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങൾ. ഇറ്റ് ഈസ് പൊളിറ്റിക്കലി റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ മരിച്ചതൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. Okay, that is not chargeable. Accepted income is not chargeable income. Okay, income which do not form a part of total income is not income tax payable on them. They are called accepted income. Exempted income which are included in the total income are as with the income of tax, average rate and income tax attributable to total income. They are called partially accepted income. Income of certain institution or authorities are exempted subject to fulfillment of required condition. ചില അവസ്ഥകളിൽ ചില യാദൃശികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ എന്താണ് അവിടെ ഇൻകം ആൻഡ് ബോധേഡ് അല്ല. അതേപോലെ തന്നെയാണ് എന്ത് നമ്മുടെ വയനാട് ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ കുറച്ച് അവിടെയൊക്കെ എന്തായി മൊത്തത്തിൽ ആ ഒരു വയനാടിലെ ഒരു ഏരിയ തന്നെ എന്തായിപ്പോയി, അവിടെ നമുക്ക് ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റുമോ? മൊത്തം ഒലിച്ചു പോയില്ലേ, പ്രകൃതി ദുരന്തം അല്ലേ, നാച്ചുറൽ അസാസിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രകൃതി ദുരന്തത്തിലേക്ക് ഉൾപ്പെടുത്തി. കാരണം അവിടെ ഇൻകം പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. ചൂരൽമല എന്നുള്ള പ്രദേശത്ത് ഇൻഡസ്ട്രിയലായിട്ടും ഫിനാൻഷ്യലി നടന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്ത് പെട്ടെന്ന് നിന്നുപോയി. അതെന്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും? ഈ ഒരു എക്സംപ്റ്റഡിലേക്ക് ഉൾപ്പെടുന്നത് നോട്ട് ചാർജബിൾ ആണ്. അവിടെ ചാർജ് ചെയ്തൊരു കാര്യമുണ്ടോ? വില്ലേജ് ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസ് ഒക്കെ ഒലിച്ചുപോയി, പഞ്ചായത്ത് ഒലിച്ചുപോയി, കുറേ വണ്ടികൾ ഒലിച്ചുപോയി, എല്ലാം നമുക്ക് നാശത്തിലേക്ക് പോയി. അവിടെ പോയി നമുക്ക് ഒന്നുമില്ലാത്ത പ്രദേശത്ത് പോയി നമുക്ക് ആരോട് നമ്മൾ പറയും ഒന്നുമില്ല. ദാറ്റ് ഈസ് നോട്ട് ചാർജബിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിസ്റ്റ് നോക്കാം. ആ ലിസ്റ്റ് എസ്സേക്ക് വരുന്നതാണ്. ജസ്റ്റ് മിസ് ഒന്ന് വായിക്കാം. അഗ്രികൾച്ചറൽ ഇൻകം, അത് ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം സെക്ഷൻ 10. ഇത് ഏത് സെക്ഷനാണ് നിങ്ങൾ മറന്നു പോയത്? 1961 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ആക്റ്റിലുള്ള ഓരോ സെക്ഷനാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓരോരോ പാർട്ടും മിസ്സിൻ്റെ ക്ലാസ് കവർ ചെയ്ത് പോകുമ്പോൾ 1961 ആക്ട് പ്രകാരമാണ് ഓരോ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ 21A, സെക്ഷൻ 21B എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സെക്ഷൻ 10 പറയുന്നത്. എന്ത് ലിസ്റ്റ് പറയുന്നത് എന്തിലാ? സെക്ഷൻ 10. ഈ ലിസ്റ്റിൽ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം എന്നാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ. ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം വിച്ച് ആർ ദ ലിസ്റ്റ് ഓഫ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഓക്കെ, ഇതൊക്കെ കണ്ടോ, ലിസ്റ്റ് ഓഫ് എക്സെപ്റ്റഡ് ഇൻകം. എന്താണ് ലിസ്റ്റ്? എക്സെപ്റ്റഡ് ഇൻകത്തിൻ്റെ ലിസ്റ്റ്
എന്താണ്? ഫസ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ മീൻസ് അഗ്രികൾച്ചറൽ ഇൻകം. സെക്കൻഡ് ഈസ് സം റിസീവ് മെമ്പേഴ്സ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ. തേർഡ് ഈസ് ഷെയർ ഓഫ് പാർട്ട്